Welcome to class number MM40 from Mathematical Methods 1 for MSc Physics, and today we see solution of linear equations, Gauss elimination method. ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. ആ മെത്തേഡിൻ്റെ പേരാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. മെട്രിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നതാണ് പറയാൻ പോകുന്നത്. ഈ ഗോസ് എലിമിനേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ സർക്യൂട്ട് തിയറിയിൽ ഈ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷനൊക്കെ എഴുതും, 2-3 ഇക്വേഷനൊക്കെ എഴുതും. എന്നിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ, അപ്പോൾ അതിൽ എക്സ് എലിമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ I1 എലിമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ I2 എലിമിനേറ്റ് ചെയ്യും, I3 എലിമിനേറ്റ് ചെയ്യും. അതിൽ ഒരു ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ കുറയ്ക്കുക, അങ്ങനെ ഇക്വേഷൻ ഒഴിവാക്കിയിട്ട് ഓരോ വേരിയബിൾ ഒഴിവാക്കിയിട്ട് വാല്യൂ കാണുന്ന രീതിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഇപ്പോൾ എക്സ് വൈ ഇസഡും 3 അൺനോൺ ടൈം ഉണ്ടെങ്കിൽ, 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ, എക്സിനെ ആദ്യം എലിമിനേറ്റ് ചെയ്യും, വൈയെ ആദ്യം എലിമിനേറ്റ് ചെയ്യും, ഇസഡ് മാത്രം ഉണ്ടാകുന്നൊരു ഇക്വേഷൻ കിട്ടും, അതിൽ നിന്ന് ഇസഡ് കണ്ടുപിടിക്കുക. ആ വാല്യൂ ഏതെങ്കിലും 2 ഇക്വേഷനകത്തിട്ടിട്ട് എക്സും വൈയും കണ്ടുപിടിക്കും. എക്സിൻ്റെയും വൈയുടെ ഇക്വേഷൻ്റെ അട്ടർണം എഴുതും, അതിൽ നിന്ന് വൈ എലിമിനേറ്റ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ 3 വേരിയബിളിൽ നിന്നും ഓരോന്ന് മാറ്റി ഉത്തരം കണ്ടുപിടിക്കുക നമുക്കറിയാം. അതിന് ഈ ഓരോട്ടെ എലിമിനേറ്റ് ചെയ്താൽ പോണത്. ഓർക്കുക, ഇപ്പോൾ എക്സും വൈയും ആണെങ്കിൽ 2 ഇക്വേഷൻ വേണം, എക്സും വൈ ഇസഡും കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ വേണം. അപ്പോൾ അവിടെ ഓരോ ടൈം എലിമിനേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ ഗോസ് എലിമിനേഷൻ ടെക്നിക്ക് എന്നാണ് പറയുന്നത്, ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മെട്രിക്സിൻ്റെ സഹായത്തിലാണ് എലിമിനേഷൻ നടത്തുന്നത്. ഇക്വേഷനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്ക്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ മെട്രിക്സായിട്ട് എഴുതുകയും ആ മെട്രിക്സിനെ നമ്മളൊരു അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് അല്ലെങ്കിൽ ലോവർ ട്രയാങ്കിൾ മെട്രിക്സായിട്ട് മാറ്റും. എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അപ്പർ ട്രയാങ്കിളിൽ ഡയഗണലിൻ്റെ മുകളിലുള്ളതെല്ലാം 0 ആയിരിക്കും, അല്ലെങ്കിൽ ലോവർ ട്രയാങ്കിളിൽ ഡയഗണലിൽ താഴെയുള്ളതെല്ലാം 0 ആയിരിക്കും. അങ്ങനെ ട്രയാങ്കുലർ മെട്രിക്സായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഗോസ് എലിമിനേഷൻ മെത്തേഡ് സാധാരണ സോൾവ് ചെയ്യുന്ന രീതി തന്നെ, അതൊരു മെട്രിക്സ് ഫോമിൽ എഴുതുന്നതാണിത്. ടു സോൾവ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഗോസ് എലിമിനേഷൻ വിച്ച് കൺവേർട്സ് ദി സിസ്റ്റം ഇൻറ്റു റോ എക്കലൻ ഫോം ആൻഡ് ദെൻ യൂസസ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ഫൈൻഡ് ദി അൺനോൺസ്. അപ്പോൾ ഈ റോ എക്കലൻ ഫോം ഡയഗണൽ മെട്രിക്സ് ആക്കും, മുകളിൽ ഉള്ള ടേംസ് എല്ലാം 0, അല്ലെങ്കിൽ താഴെയുള്ള ടേംസ് എല്ലാം 0 ആക്കാം ആ ഡയഗണലിൻ്റെ. അപ്പോൾ അതിനെ വിളിക്കുന്ന പറയുന്ന റോ എക്കലൻ മെട്രിക്സ് ആക്കിയിട്ടാണ് ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. എന്തിനാണ്? ലീനിയർ ഇക്വേഷനിൽ അൺനോൺ ക്വാണ്ടിറ്റി എക്സും വൈ ഇസഡും ഉണ്ടെങ്കിൽ അവ കണ്ടുപിടിക്കാൻ. For solving linear equations, we apply the Gauss elimination method. Why is Gauss elimination? The Gauss elimination method is a procedure to solve a system of linear equations by one of the process converting the system into an upper triangular. You will hear REF, upper triangular form. REF എന്ന് പറയും, യൂസിങ് റോ ഓപ്പറേഷൻസ്. സോൾവിങ് ഫോർ വേരിയബിൾസ് യൂസിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ ലാസ്റ്റ് ഇക്വേഷൻ അപ്വേർഡ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടെക്നിക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ഇങ്ങനൊരു ഇക്വേഷനാണ്, 3 ഇക്വേഷൻ തരുന്നത്. ഇപ്പോൾ A11, A12, A13 ആണ് കോഎഫിഷ്യൻ്റ്. ഇപ്പുറത്തെ B1, B2, B3 തരാം കേട്ടോ. റൈറ്റ് സൈഡിൽ B1, B2, B3 തരാം. ഇതിൽ 3 ഇക്വേഷൻ തരും. A11, A12 എല്ലാം എക്സ് വൈസിൻ്റെ കോഎഫിഷ്യൻ്റുകളാണ്, റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ എക്സ് എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വൈ എലിമിനേറ്റ് ചെയ്യണം, ഇസഡ് എലിമിനേറ്റ് ചെയ്യണം ആദ്യം. അങ്ങനെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് വാല്യൂസ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ വി ക്യാൻ സീ ദ ഇക്വേഷൻസ്. സപ്പോസ് വി ഹാവ് 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ്. അപ്പോൾ 3 അൺനോൺ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ വേണം, 4 അൺനോൺ കണ്ടുപിടിക്കാൻ 4 ഇക്വേഷൻസ് വേണ്ടി വരും. സപ്പോസ് വി ഹാവ് 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ്. Unknowns are x, y, z.
The equations are a11x plus a12y plus a13z. That is equal to b1. You write as b1. Then a21x plus a22y plus a23z. That is equal to b2. Then comes a31x plus a32y plus a33z. That is equation number value equal to b3. In the RHS, you have to write b1, b2, b3. These are the equations given, and you see how we apply the Gauss elimination. അവിടെ b1, b2, b3 എഴുതാനായിട്ടാണ് ചുവപ്പ് മഷിയിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് സൈഡിൽ. അതൊരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുകയാണ് നമ്മൾ. ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ അഗ്യുമെൻറ്റഡ് മെട്രിക്സ് ഫോം. അതായത് ഒരു മെട്രിക്സ് കുറച്ചുകൂടി നല്ല ഒരു മെട്രിക്സ് ഫോമിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആ കോയിഫിഷ്യൻ്റ് മാത്രം എഴുതിയാൽ മതി, എക്സും വൈ സെഡും വേണ്ട. ദ മെട്രിക്സ് a11, a12, a13, then a21, a22, a23, a31, a32, a33 into right side coefficient b1, b2, b3, another matrix. Next we write row operation allowed. റോ ഓപ്പറേഷൻസാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോളം ഓപ്പറേഷൻ ചെയ്യേണ്ട, റോ ഓപ്പറേഷൻ ചെയ്യാൻ മതി. ടു സിംപ്ലിഫൈ ദ മെട്രിക്സ് വി ക്യാൻ പെർഫോം ദ ഫോളോയിങ് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ്. ഇപ്പോൾ റോ ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോപ്പ് 2 റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റാം. മൾട്ടിപ്ലൈ എ റോ ബൈ എ നോൺ സീറോ സ്കേലാർ. ആഡ് ഓർ സബ്ട്രാക്ട് എ മൾട്ടിപ്പിൾ ഓഫ് 1 റോ ടു അനദർ. അപ്പോൾ ഈ റോ താഴോട്ട് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ എ റോ ബൈ എ നോൺ സീറോ സ്കെയിലാർ. ഒരു നോൺ സീറോ സ്കെയിലറെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വാല്യൂസ് ഒരുപോലെ വരുള്ളൂ. ഒരുപോലെ വന്നാൽ സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്ട്രാക്റ്റ് ചെയ്താൽ 0 കിട്ടുള്ളൂ. അപ്പോൾ 0 കിട്ടാതുള്ള സബ്ട്രാക്ഷൻ ഒന്നും എടുക്കരുത്. ആഡ് ഓർ സബ്ട്രാക്റ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 1 റോ ടു അനദർ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഒരു റോയെ മറ്റേ റോയിലേക്ക് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. അത് പ്രത്യേകം സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോഎഫിഷ്യൻ്റ് സെയിം ആയിട്ട് വന്നതിന് ശേഷം മാത്രം കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം. Then steps in Gauss elimination. Convert to upper triangular form, row echelon form. അപ്പർ ട്രയാങ്കുലർ ഫോമിനെ നമ്മൾ റോ എക്കലോൺ ഫോം എന്ന് പറയും. Make all elements below the main diagonal 0 by eliminating variables from equations. Now comes step 2, back substitution. Start from the bottom equation and substitute upwards to find all variables. എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഗോസ് എലിമിനേഷൻ ടെക്നിക്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ് ഇവിടെ. യൂസിങ് ഗോസ് എലിമിനേഷൻ വി ആർ ഗോയിങ് ടു സോൾവ് 3 equations ഹിയർ. The solve means we have to find x, y and z. The first equation is 2x plus 3y plus z is 0. The second is 4x plus 7y plus 2 is equal to 3. The third equation is 6x plus 18y plus 5z is equal to 0. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്ത് നോക്കുക? ആദ്യം ലെഫ്റ്റ് സൈഡിലെ കോയിഫിഷ്യൻ്റ് ഒരു മെട്രിക്സ് ആയിട്ട് കൊടുത്തു. റൈറ്റ് സൈഡിലെ കോയിഫിഷ്യൻ്റെല്ലാം ഒരു കോളം മെട്രിക്സ് ആയിട്ട് കൊടുക്കണം. മെട്രിക്സ് ആണ് കേട്ടോ. ഈ രണ്ടാമത്തെ മെട്രിക്സിൽ നമ്മളിവിടെ 2 വര ഇട്ടിട്ടില്ല. അപ്പോൾ വര ഇടാം, സെപ്പറേറ്റ് വര ഇടാം. നൗ വാട്ട് നെക്സ്റ്റ്? ഇനി എലമെൻറ്റ് 0 ആക്കുന്ന ടെക്നിക്കാണ്. സ്റ്റെപ്പ് 2, എലിമിനേറ്റ് ഫസ്റ്റ് കോളം ബിലോ പിവട്ട്. ആ ഡയഗണലിൽ സെൻറ്റർ പോയിൻറ്റ് ലെഫ്റ്റ്. എലിമിനേറ്റ് ഫസ്റ്റ് കോളം ബിലോ പിവട്ട്. മേക്ക് 4 and 6 into 0. അപ്പോൾ ഇവിടെ ആ മെട്രിക്സിൽ ഒരു 4, 6 ഉണ്ട്. ആ പിവട്ട് എന്ന് പറയുന്നത് സെൻറ്റർ 7. അതിനിപ്പുറത്തെ ലെഫ്റ്റിൽ ഒരു 4, 6 ഉണ്ട്. അതിന് 0 ആക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 0 ആക്കാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഓപ്പറേഷൻ വേണം. R3
എന്നുള്ള റോ കാണാൻ നമ്മൾ R3 മൈനസ് 9R2 അപ്ലൈ ചെയ്യണം. R3 മൈനസ് 9R2. R3യിൽ നിന്ന് 9R2 കുറയ്ക്കണം. R3 താഴെ കാണുന്ന കേട്ടോ, ഇവിടെ താഴെ കാണുന്നത്. അതിൽ 9R2 കുറയ്ക്കണം. ഈ R3യിൽ നിന്ന് R3 എത്ര R2 ആണെന്ന് എനിക്ക് 9R2. അപ്പോൾ 9R2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നത് 231010002 എന്ന് കിട്ടും. അത് കിട്ടുമോ? R3 മൈനസ് 9R2. R3 ഇവിടെ, അതായത് മുമ്പൊരു ഓപ്പറേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ. അത് R2 റോ ഉണ്ടാക്കിയാണ് നമ്മൾ R2 അറേഞ്ച് ചെയ്യുന്നത്. R2 മൈനസ് 2R1 ആദ്യം കണ്ടുപിടിക്കണം. R2 മൈനസ് 2R1 കണ്ടുപിടിച്ചിട്ട് അത് R2 ആയിട്ട് എഴുതണം. R2 റോ 2 ആയിട്ട് എഴുതണം. ഈ നേരത്തെ ഉള്ളതിൽ R2 എന്താണ്? നേരത്തെ ഉള്ളതിൽ R2 എന്ന് പറഞ്ഞാൽ 472 ആണ്. അതിൽ നിന്ന് 2R1 കുറയ്ക്കാൻ, 2R1 എന്ന് വെച്ചാൽ 4 6 ഒക്കെ വരും. R1 × 2 ടൈംസ് 4 6 2 വരും. അത് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കുന്നത് 231101092 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ കിട്ടിയ ആ ലാസ്റ്റ് റോ അല്ല, R3 റോ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അത് കറക്റ്റ് ചെയ്ത് താഴെ വരുന്നുണ്ട് ഞാൻ. R3 റിപ്പീറ്റ് ചെയ്യാനല്ല. R3 എന്നുള്ളത് R3 മൈനസ് 3R1 എഴുതണം. എന്നാലേ 0 ആവുള്ളൂ. പുതിയ ഇവിടെ ഈ മെട്രിക്സിലെ റോ 3 ഇത് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചാൽ കിട്ടത്തില്ല. R3 മൈനസ് R3 അല്ല, R3 മൈനസ് 3R1 എടുക്കണം. ആ 3R1 അവിടെ എഴുതാൻ വിട്ടുപോയി. മുകളിൽ എഴുതിച്ചെടുക്കാൻ അല്ലെങ്കിൽ താഴെ കാണാൻ ചുവപ്പ് മഷിയിലെ സ്റ്റെപ്പ് നോക്കിയാൽ മതി. ഈ മെട്രിക്സിൽ R3 കാണാൻ കഴിഞ്ഞ മെട്രിക്സിലുള്ള R3യിൽ നിന്ന് 3R1 ഫസ്റ്റ് റോയുടെ 3 ടൈംസ് സബ്ട്രാക്ട് ചെയ്യണം. ഇനി സ്റ്റെപ്പ് 3, എലിമിനേറ്റ് സെക്കൻഡ് കോളം ബിലോ പിവറ്റ്. ആ മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഡയഗണൽ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? പുതിയ R3 മൈനസ് 9R2. R3 എന്താണ് ഇവിടെ? R3 വെച്ചാൽ 0092 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കാനാണ് പറയുന്നത്? 9R2 എന്ത് വരും? 09 പിന്നെ 0ആണ്. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 231010002. മറ്റേ ആ കോളം മെട്രിക്സിന് മാറ്റമില്ല. ആ കോളം മെട്രിക്സിൽ മാറും. കോളം മെട്രിക്സിൽ 11 -7 കിട്ടും. -7. നൗ ഇത് മെട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. LHS നോക്കി, അപ്പർ ട്രയാങ്കുലർ, അതായത് ഡയഗണലിൻ്റെ താഴെ എല്ലാം 0ആണ്, 3 0ആണ്, മുകളിൽ മാത്രം എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ കാരണം ഡയഗണൽ താഴെയുള്ള സംഖ്യകളെല്ലാം 0ആണ്, മുകളിൽ മാത്രം സംഖ്യകൾ. ഇനിയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, താഴെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഫ്രം ബോട്ടം റോ നോക്കുക, താഴെയുള്ള റോ നോക്കുക. അവിടെ ഒരു 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2Z എന്നാണ്. 0x + 0y + 2Z is -7. അപ്പോൾ 2Z -7 എന്ന് വരും. 2Z = -7, Z = -7/2. ഇനി മിഡിൽ റോ എടുക്കുമ്പോൾ കിട്ടും. മിഡിൽ റോ എടുക്കുമ്പോൾ അപ്പോൾ Z is -7/2. മിഡിൽ റോ എടുക്കുമ്പോൾ കിട്ടും. മിഡിൽ റോയിൽ y + 0 ആണല്ലോ. അപ്പോൾ y = 1 എന്ന് കിട്ടും. y = 1. അവിടെ Z ഇല്ല, 0 ആണ്. y is 1. ഇനി ഫസ്റ്റ് റോ എടുക്കണം. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 2x 3y + Z ആണ്. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ 2x + 3y, y is 1 + 4 + Z -7/2 = 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x കിട്ടുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. x =
3/4. അങ്ങനെ എക്സ് കിട്ടി, തൊട്ടുമുകളിൽ വൈ കിട്ടി, ഇസഡ് കിട്ടി. അങ്ങനെ 3 വാല്യൂ സോൾവ് ചെയ്തു. നമ്മൾ 3 വാല്യൂ കണ്ടുപിടിച്ചു, 3 ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഫൈനൽ ആൻസർ എക്സ് ഈസ് 3/4, വൈ ഈസ് 1, ഇസഡ് ഈസ് -7/2. ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇനിയൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യുകയാണ്. ചിലപ്പോൾ ഈ 3 ഇക്വേഷൻ തന്നിരിക്കുന്നതിൽ ഇങ്ങനെ കൃത്യമായിട്ട് വാല്യൂ കിട്ടാതെ വരും. അങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ എക്സിന് ഇത്ര, വൈക്ക് ഇത്ര, ഇസഡിന് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. 3 ഇക്വേഷൻ ഉണ്ട്, പക്ഷേ ആ 3 സോൾവ് ചെയ്തിട്ട് എക്സും വൈ ഇസഡും കാണാൻ പറ്റാതെ വരും. അത്തരം ഒരു പ്രോബ്ലം ചെയ്താൽ എങ്ങനെയൊക്കെ നോക്കാം. ഇവിടെ നോക്കി എക്സ് വൈ ഇസഡ്, ഫസ്റ്റ് ഇക്വേഷൻ എക്സ് വൈ ഇസഡ് 6 ആണ്. സെക്കൻഡ് ഇക്വേഷൻ 2x + 3y + 4z 20 ആണ്. തേർഡ് ഇക്വേഷൻ 3x + 2y + z 13 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എക്സ് വൈ ഇസഡിന് ഒരു സെറ്റ് കിട്ടാനില്ല. അതിന് കൃത്യമായൊരു സെറ്റ് ഇവിടെ ഇല്ല. ആ കാര്യം നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് കൃത്യമായ സൊല്യൂഷൻ ഇല്ല. ആ കൃത്യമായ സൊല്യൂഷൻ ഇല്ല എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, അതാണ് പറയേണ്ടത്. Let us solve the following system of linear equations using the Gauss elimination method. അപ്പോൾ 3 ഇക്വേഷൻസ് കോപ്പി ഡൗൺ ചെയ്യുക, നോട്ട് എഴുതുക. Now we write the 3 equations in an augmented matrix. അതിൽ കുറച്ചുകൂടി എലിഗൻ്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്. റെപ്രസെൻറ്റ് ദി സിസ്റ്റം ആസ് എൻ അഗ്മെൻറ്റഡ് മെട്രിക്സ് കമ്പൈനിങ് ദ കോഎഫിഷ്യൻസ് ഓഫ് ദി വേരിയബിൾസ് ആൻഡ് ദി കോർഡിനേറ്റ്സ്. അതായത് കോഎഫിഷ്യൻ്റ് വെച്ച് ഒരു മെട്രിക്സ് ഇക്വേഷൻ എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ അഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടത് നിങ്ങൾ അതിൻ്റെ ആ കോളം വരയ്ക്കുക. ഒരു ഇവിടെ സിംഗിൾ ബ്രാക്കറ്റ്, ഇവിടെ 3 സെപ്പറേറ്റ് ബ്രാക്കറ്റ് ഇടുന്നത്, അതിന് ഒറ്റ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. 1 1 1 2 3 4 3 2 1 അതിന് ഒരു ബ്രാക്കറ്റ്. പിന്നെ 6 20 13 അടുത്ത ബ്രാക്കറ്റ്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ബ്രാക്കറ്റ്. അപ്പോൾ ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകണേ. ആ താഴെ അല്ലെങ്കിൽ മുകളിലുള്ള ടേംസ് ഓഫ് ഡയഗണൽ ടേംസ് നമുക്ക് 0 ആക്കണം. Our goal is to transform the matrix into an upper triangular form, row echelon form, where all elements below the main diagonal are zeros. This is achieved using elementary row operation. നമ്മൾ റോ ഓപ്പറേഷൻ മൂലം ചെയ്യാൻ പറ്റും. നമുക്ക് മേക്ക് ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് റോ. First element of second row is 2. First element of the second row is 2. അതിന് 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ഓപ്പറേഷനാണ് വേണ്ടത്? വാട്ട് ഇസ് ഓപ്പറേഷൻ? ഇത് ഓപ്പറേഷൻ R2 എന്നുള്ളത്, പുതിയ R2 എന്ന് പറഞ്ഞാൽ R2 വരുന്നത് 2R1 കുറക്കുന്നതായിരിക്കും. R2 - 2R1 അതിന് കുറക്കുമ്പോൾ 1 1 1 0 1 2 3 2 1 എന്ന് കിട്ടും. ഇവിടെ അടുത്ത മെട്രിക്സ് 6 8 13 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് റോയിൽ ആദ്യ എലമെൻറ്റ് 0 ആക്കി. ഇനി അടുത്തത് ഈ തേർഡ് റോയിൽ ആദ്യ എലമെൻറ്റ് 0 ആക്കാം നമുക്ക്. Make the first element of the third row 3a0, subtract 3 times the first row from the third row. That is R3, new R3 is equal to R3 minus 3R1. അപ്പോൾ അങ്ങനെ കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, then we get 1 1 1 0 1 2 0 -1 -2 6 8 -5. ഇപ്പോൾ 2 0 ആയിട്ട് ആ തേർഡ് റോയിൽ -1 കൂടി 0 ആക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുക. മേക്ക് ദി സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ദ തേർഡ് റോ. അതാണ് സെക്കൻഡ് എലമെൻറ്റ് തേർഡ് റോ. ആ -1 0 ആക്കണം. -1 A0. ആഡ് ദി സെക്കൻഡ് റോ ടു ദി തേർഡ് റോ. സെക്കൻഡ് റോ തേർഡ് റോയിലേക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അത് 0 ആകും. 0 ആകുമ്പോൾ അതായത്
ന്യൂ R3 ഈസ് ഈക്വൽ ടു ഓൾഡ് R3 റോ 3 പ്ലസ് R2 അങ്ങനെ കൂട്ടുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടും. നോക്കിയേ 1 1 1 0 1 2 0 0 0 ഇവിടെ 6 6 8 3 6 8 3 എന്നാണ് ആ കോളം മെട്രിക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ലാസ്റ്റ് റോ നോക്കി, ലാസ്റ്റ് റോയിൽ 3 എലമെൻറ്റ് 0 ആണ്. അപ്പോൾ ആദ്യ 2 എലമെൻറ്റ് 0 എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇസഡിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. ഇസഡ് സ്ഥാനത്ത് എലമെൻ്റ് ഇല്ല, പക്ഷേ ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 0 ഈസ് 3 എന്നുള്ള കണ്ടീഷനായിട്ട് വരും. ഇസഡ് ഈസ് 3 എന്ന് പറഞ്ഞാൽ 0 ഈസ് 3. അത് സംഭവിക്കാൻ പാടില്ല. ആണ് ഈ ഇക്വേഷന് സൊല്യൂഷനിലെന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന 3 ഇക്വേഷൻസിന് കൃത്യമായ സൊല്യൂഷനിലെന്ന് വരുന്നത് ആ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഇസഡിൻ്റെ സ്ഥാനത്ത് ആ 3/3 മെട്രിക്സിൽ ലാസ്റ്റ് ടേം 0 ആണ്. അവിടെ ഇസഡാണ് വരുന്നത്. ഇസഡിൻ്റെ വാല്യൂ വരുമ്പോൾ ഇസഡ് 3 എന്ന് വരും, 0 3 എന്ന് വരും. അത് സംഭവിക്കാൻ പാടില്ല. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ടു സോൾവ് 4 വേരിയബിൾസ്. ഇനി നമ്മൾ ബാക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. The matrix is now in the form that indicates the nature of the true nature of solution, that is upper triangular matrix. The last row of the matrix translates to the equation 0x plus 0y plus 0z is 3, which is simplifies to 0 is equal to 3. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ 0z3 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇസഡ് 0 എന്ന അർത്ഥം. ഇസഡ് 0 എന്നല്ല, 0 ഈസ് 3 എന്ന് പറഞ്ഞാൽ 0 ഈസ് 3 എന്ന അർത്ഥം. ഇസഡിന് വാല്യൂ ഇല്ല ഇവിടെ, എത്രയായിട്ട് പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഈ പ്രോബ്ലത്തിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ആ 3 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. ദ സ്റ്റേറ്റ്മെൻറ്റ് 0 ഈസ് 3 ഈസ് എ കോൺട്രഡിക്ഷൻ. അതൊരു കോൺട്രഡിക്ഷനാണ്, നമ്മുടെ കൺസെപ്റ്റിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. മീനിങ് ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. അതുകൊണ്ട് ഈ 3 ഇക്വേഷന് ഉള്ള ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല. ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇതിനെ ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പറയും. നൗ ദ സമ്മറി, ഗോസ് എലിമിനേഷൻ സമ്മറി. Gauss elimination systematically reduces a system to an upper triangular matrix. It uses legal row operations. Row operation ആണ് കൊടുക്കുന്നത്. Once in triangular form, then back substitution to solve. It is efficient and systematic for solving linear systems, especially in numerical computation. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് തന്നെയുള്ള 2 ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ടൈപ്പാണ്. എക്സ്പ്ലെയിൻ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഓഫ് സോൾവിങ് ലീനിയർ ഇക്വേഷൻസ്. ഒരു എക്സാമ്പിൾ സഹിതം കൊടുത്താൽ മതി, മാർക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിനകത്ത് സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ആ ഫസ്റ്റ് പ്രോബ്ലമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷൻ ഇല്ലെന്നാണ് നമ്മൾ പറയേണ്ടത്. That is all with our 40th class. We continue our topic. Thank you very much.